സ്വർണം പിടിക്കുന്നത് ഏകദേശം ഈ കഴിഞ്ഞ നീട്ടത് കഷ്ടപ്പെടും 4 വർഷം. അപ്പൊ സൗദി അറേബ്യയിൽ എത്ര വർഷം വരുന്നത്? അപ്പോ അങ്ങനെ അവിടുന്ന് എന്റെ ജീവിത പ്രാരാബ്ദം കൊണ്ട് ഇത് കൊണ്ട് പോകുന്നു അല്ലേ? എത്ര സ്വർണം ഉണ്ടായിരുന്നു? 3 പീസ്. 3 പീസ്. 3 പീസ് എന്നാൽ ഇങ്ങനെ ക്യാപ്സ്യൂൾ. മൊത്തം എത്രയായിരുന്നു? മൊത്തം 3 പീസ് 900 ഗ്രാം. എന്നിട്ട് ചേർന്ന് കൊണ്ടുപോകുന്നു. ഫ്ലൈറ്റില് കയറി പോകുന്നു. ശരീരത്തിന്റെ ഉള്ളില് ആണ് ഇത് ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പോന്നിട്ട് കരിപ്പൂര് ഇറങ്ങി. എത്ര മണിക്കാണ്? അത് 7 മണി ഏകദേശം രാവിലെ. അങ്ങനെ കസ്റ്റംസിലൊന്നും പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് പിന്നെ അപ്പോ എന്നെ കൊണ്ടുവരാൻ ആരും ആരൊക്കെ നിങ്ങൾ പോയിരുന്നു അല്ലേ? എവിടെ പോയിരുന്നു? ഏകദേശം ഈ സമയം ഏകദേശം 8 മണിക്കാണ് നാട്ടിലെ കാറിയിട്ടാ പോയത്. നിങ്ങളെ കൂടെ ആരുണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് പുറത്തിറങ്ങി നിങ്ങൾ കാറിൽ കയറ്റി പോകുന്നു. എന്നിട്ട് പിന്നെ മഞ്ചേരി ബൈപ്പാസിൽ എത്തുമ്പോൾ ഭക്ഷണമായിട്ട് വന്നിരുന്നു. അതായത് കരിപ്പൂര് കൊണ്ടോട്ടി മഞ്ചേരി ബൈപ്പാസ് അവിടെ മണിക്കൂർ. അതെ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി അങ്ങനെ ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് പോലീസുകാർ എന്താ വന്ന് അല്ല ഈ ഭക്ഷണം കഴിക്കാൻ ഓർഡർ ഇരിക്കുമ്പോൾ പോലീസ് വരും. പോലീസാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു വന്ന് ഇപ്പൊ വന്നിറങ്ങിയാൽ വെച്ചു എന്നെ കൊണ്ടുപോയി പുറത്തേക്ക്. അപ്പൊ പിന്നെ പുറത്ത് പോകുന്നു. അങ്ങനെ കുറച്ച് ജോലി ചെയ്ത് വണ്ടി കയറ്റി. അപ്പൊ എവിടെ കൊണ്ട് വെച്ചു. അപ്പൊ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കാണാൻ ഞങ്ങളും പോലെ വേപ്പിലാണ് പോലെ ടാക്സി തന്നെ പോകുന്നു. ഏറ്റവും കണ്ടു കൊണ്ടുപോയി ഫാമിലി പിന്നെ പുറത്തുനിന്ന്. അപ്പം പോലീസുകാർ വരുമ്പോൾ ബാഗൊക്കെ വണ്ടിയിലാണോ? പോലീസുകാർ ഇതില് ഹാൻഡ് ബാഗ് കയ്യില് മറ്റൊക്കെ ടാക്സിയിലല്ല. ചെറിയ ഹോട്ടലിൽ നിർത്തി. പിന്നെ ഈ ഹാൻഡ് ബാഗ് കിട്ടും ചെറിയ ബാഗ്. മഞ്ചേരി ഹോട്ടലിൽ നിന്നാണ് ഈ സാധനം എന്നിട്ട് അത് വാഷ് ചെയ്താണ് ഞാൻ ബാഗിട്ട്. ബാഗിന്റെ കയ്യിലുണ്ട്. സ്വാഭാവികമാണല്ലോ. അപ്പൊ ഇതിന്റെ CD എല്ലാവർക്കും ക്ലിയർ ആണ്, എല്ലാവർക്കും തരാം. അപ്പോ സോറി, ഇതിന്റെ ഇതിന്റെ കോർട്ട് ഡോക്യുമെന്റ് ആണ്. ആ കോടതിയിൽ നിന്ന് അത് വാങ്ങി കൊടുക്കും. അതിൽ സ്വർണ്ണമില്ല, ഫോണും അവന്റെ പാസ്പോർട്ട് മാത്രം എടുത്താണ്. ഗോൾഡ് അതിൽ എത്രയാണ് എന്നുള്ളത് തപ്പിയിട്ട് ആ ഫയൽ കണ്ടിട്ടില്ല. 3 ദിവസമായിട്ട് അവിടെ വക്കീൽമാർ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴും 5 മണിയായി. ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ ഇതും ബോഗസാണോ എന്നുള്ളത് അറിയില്ല, നമുക്ക് പരിശോധിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PV അൻവർ കള്ളക്കടത്തുകാരുടെ സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചോദ്യം. അപ്പോൾ ഇനി കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് ഗോൾഡുമായി ബന്ധപ്പെട്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോ എന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട്, സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ 188 കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിന്റെ യാഥാർത്ഥ്യം, എത്ര കിലോ സ്വർണമാണ് സുജിത് ദാസും ADGP അജിത് കുമാറും P ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ല, അതായത് അത് 102 CRPC ഞാൻ എപ്പോഴും പറയുന്നത് കളവ് മുതൽ. അപ്പോൾ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ CMP ആണ്, FIR കൂടി വേണ്ട. CMP പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത്. അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെന്റ് കൊണ്ട് അറിയുന്നില്ല. അപ്പം മഹസർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത്. മഹസർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് പറയുന്നത്, ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണ്ണം കണ്ടെടുക്കേണ്ടത്. അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത്. അവിടുന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത്. അവരാണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യേണ്ട അതിന്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത്. പക്ഷെ ഇതിൽ റിവാർഡ് കിട്ടൂല. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? പോലീസിന് കിട്ടൂല. കാരണം ആരാ? ഇൻഫോമർ കസ്റ്റംസ് ആണ്.
പാസഞ്ചർ ഈ സാധനം ശരീരത്തിൻ്റെ ഉള്ളിലും ബാഗിലും ഒളിപ്പിച്ച് വരുമ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസുകാർ ഇത് കാണുന്നുണ്ട്. കണ്ടാൽ അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത്രാസിൻ്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം ഇവിടെ എടുത്താൽ അതിൻ്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട്. പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. പോലീസ് ആ എയർപോർട്ട് 129 കേസ് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത്. സത്യമല്ലേ? ഈ കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? മലപ്പുറം ജില്ലയിലല്ലേ? തിരുവനന്തപുരത്തിരിക്കുന്നവന് മനസ്സിലാവില്ല കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതിന്. അപ്പോൾ കോഴിക്കോട് എയർപോർട്ടാണെന്നാണ് ജനം തെറ്റിദ്ധരിക്കുക. ആ എയർപോർട്ടിൻ്റെ പരിസരത്ത് പിടിച്ചാൽ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ മലപ്പുറം ജില്ല അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? സത്യസന്ധമായി പറയേണ്ട അദ്ദേഹം. ആ എയർപോർട്ട് അവിടെ ആയതുകൊണ്ടും ആ എയർപോർട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പിടിക്കുന്നതുകൊണ്ടാണ് 129 കേസ് മലപ്പുറത്തായത്. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ഇവിടുന്ന് ഈ പയ്യൻ മഞ്ചേരി നിന്നാണല്ലോ പിടിക്കുന്നത്. പക്ഷേ മലപ്പുറം ജില്ല. അത് പടിഞ്ഞാട്ട് പോയാലോ 8 കിലോമീറ്റർ പോയാൽ പുലിക്കൽ കഴിഞ്ഞാൽ രാമനാട്ടുകര കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഈ സാധനമൊക്കെ വരുന്നത് എവിടെയാണ്? ഈ കോഴിക്കോട് എയർപോർട്ടിൽ. സോറി, മലപ്പുറം. നമ്മൾ തന്നെ പറയുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് ഇതായി പോകണം, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ അതാണ് ആ വിഷയം. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് അവിടെ ഇരുന്നത്? ഞാനൊന്ന് തള്ളാൻ ഉദ്ദേശിച്ചല്ല.